ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്ന സമയത്ത് സന്തോഷിക്കാതെയും വിഷമിക്കാതെയും ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന സ്ഥിതിയിൽ എത്തിച്ചേരുന്ന സമയത്താണ് നമ്മളൊരു യഥാർത്ഥ ഭക്തൻ. ഇങ്ങനെ വരുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും ഭഗവാന്റെ ഒരു പരീക്ഷണം തന്നെയാണ്. ജീവിതത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഏതൊരു പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യണം. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ ജീവിതവും സുഖദുഃഖങ്ങളാൽ നിറഞ്ഞതാണ്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്ന സമയത്ത് സന്തോഷിക്കാതെയും വിഷമിക്കാതെയും ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന സ്ഥിതിയിൽ എത്തിച്ചേരുന്ന സമയത്താണ് നമ്മളൊരു യഥാർത്ഥ ഭക്തനാവുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ദേവനാമങ്ങൾ പോലും മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ ജപിക്കാതെ ആവാറുണ്ട്. ഭഗവാന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാട്ടുന്നത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയണേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ദുഃഖങ്ങളും ദുരിതങ്ങളും എപ്പോഴും ഒഴിയുന്നതല്ല. ഒരു വീഴ്ച ഉണ്ടായ ശേഷം നമ്മൾ എഴുന്നേൽക്കാൻ പഠിക്കണം. പിന്നീട് ഒരിക്കലും ആ തെറ്റു വരുത്താതെ ഇരിക്കുവാൻ നമ്മൾ സ്വയം ശ്രദ്ധിക്കുന്നതായിരിക്കും. ഈശ്വരന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് ചില പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ നമ്മളോടൊപ്പം ഉണ്ടാവുന്ന സമയത്ത്, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന സമയത്ത് നമ്മൾ നേരിടേണ്ടി വരുന്ന ചില പരീക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഗുരുവായൂരപ്പനാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത്. ഈശ്വരനെ മുറുകെ പിടിച്ചോളൂ. ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ പരീക്ഷണങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓരോ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് അവരുടെ കുടുംബവുമായിട്ടായിരിക്കും. മാതാപിതാക്കള്, സഹോദരന്മാര്, പങ്കാളികള്, മക്കള് എന്നിങ്ങനെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരാണ് നമ്മുടെ ശക്തിയും ബലവും. എന്നാൽ ഈ കുടുംബങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് പലരും ദൈവത്തെ വിളിക്കുന്നത് പോലും നിർത്താറുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാൻ എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ പ്രാർത്ഥനകൾ പോലും നിർത്തിവെക്കും. ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. ഇത് ഭഗവാന്റെ ഒരു പരീക്ഷണമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ജീവിതത്തിലെ വലിയ പാഠങ്ങൾ നാം സ്വായത്തമാക്കുവാൻ കുടുംബത്തിൽ നിന്നുമാണ് പഠിക്കേണ്ടത് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ വലിയ ജീവിത പാഠങ്ങൾ നമ്മളെ സ്വായത്തമാക്കുന്നതിന് കുടുംബം സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട്. ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ അല്പസമയം കഴിഞ്ഞ് ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. ഇനി അടുത്ത ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ അപകടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് സംഭവിച്ച അതേ വേദനയായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപകടങ്ങൾ ആർക്കും വരാം. എന്നാല് എപ്പോഴും നിത്യവും നമ്മൾ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വിളക്ക് തെളിയിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നാമജപങ്ങൾ നടത്തുന്നു. ഇങ്ങനെ ഇരിക്കുകയും നമുക്കൊരു അപകടം സംഭവിക്കുന്നു എങ്കിൽ, നമുക്ക് അപകടം സംഭവിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണ് എങ്കിൽ, നമ്മുടെ ഒരു അപകടം സംഭവിച്ചു, നമ്മുടെ കാലിനൊരു മുറിവ് പറ്റി, ആ മുറിവുമായി ബന്ധപ്പെട്ട് ഒരല്പം ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭഗവാനെ പഴിക്കും. ഭഗവാനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എന്തെല്ലാം ഭഗവാന് ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ട് എന്റെ വിളി കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചു എന്നുള്ളത്.
പക്ഷെ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വരാനിരുന്ന വലിയൊരു അപകടത്തെ ആയിരിക്കും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പരിക്കായിട്ട് ഭഗവാൻ മാറ്റിയിരിക്കുന്നത്. എപ്പോഴും പറയാറില്ലേ, കണ്ണിന് കൊള്ളാനുള്ളത് പിരികത്തിന് കൊണ്ടു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ചില പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷെ അവിടെയും ഭഗവാന്റെ ഒരു കരുതൽ അവർക്ക് മേൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു അപകടം വരാനിരുന്നിടത്ത് ചെറിയൊരു മുറിവാക്കി ഭഗവാൻ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കാതെയാവും പലപ്പോഴും നമ്മൾ ഭഗവാനെ പഴിക്കുന്നതും ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വെളിച്ചത്തെ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എന്തിന് ജീവിക്കണം, തന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, ഇങ്ങനെയുള്ള ഒരു കാര്യം തോന്നിയിട്ടുണ്ടോ? പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങള്, എല്ലാ കാര്യത്തിനും തടസ്സങ്ങള്, ആരും മനസ്സിലാകാതെ ഇരിക്കുന്ന അവസ്ഥ, ചുറ്റും അന്ധകാരം മാത്രം കാണുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ അസാധ്യമെന്ന ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്കിങ്ങനെ തോന്നുന്നത്, ജീവിതത്തിന് ഒരു അർത്ഥമില്ല, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ എന്തിന് ജീവിക്കണം, എങ്ങനെ ജീവിക്കും, ഇങ്ങനെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും നമ്മുടെ മനസ്സിനെ അലട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നും. അപ്പോ ഇങ്ങനെ വരുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതും ഭഗവാന്റെ ഒരു പരീക്ഷണം തന്നെയാണ്. ജീവിതത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഏതൊരു പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യണം. അതിനുള്ള ശക്തിയാണ് ഭഗവാൻ നൽകുന്നത്. അപ്പോ ആ ഒരു ശക്തി നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഭഗവാനെ നമ്മൾ ചേർത്ത് പിടിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. പലരും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈശ്വര വിശ്വാസം തന്നെ ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്, അല്ലെ? അയ്യോ, എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല, ഇതിലും നല്ലത് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ചിന്തയിലൊക്കെ പലരും എത്തിച്ചേരാറുണ്ട്. പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ തെറ്റ് ചെയ്യുന്നത്. എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ജീവിതത്തിലേക്ക് ഏതൊരു പ്രശ്നം വരുന്ന സമയത്തും അതിനൊരു പരിഹാരം കാണാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്യാനുള്ള ശക്തിയാണ് നമുക്ക് ആവശ്യം. അത് ഭഗവാൻ തരും. അപ്പൊ നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും ഭഗവാൻ നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി നൽകും. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായാലും അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രയത്നവും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ കൈവിട്ടു പോകാറുണ്ട്. ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പ്രയത്നിക്കുന്നുണ്ടാവും, അതിനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും, അതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എത്തുന്ന സമയത്ത് ആ ഒരു ലക്ഷ്യം നമ്മുടെ കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ മനസ്സ് മടുത്തു പോകാറുണ്ട്. ഇനി ഒന്നും ചെയ്യാനുള്ള ഒരു ശക്തിയില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്ത അവസ്ഥ, മൊത്തത്തിൽ നമ്മൾ ഡൗൺ ആയിട്ട് പോവാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇതിനേക്കാൾ വലുതെന്തോ ഭഗവാൻ നമുക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ എന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്ന് ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലക്ഷ്യം നമ്മുടെ കയ്യിൽ നിന്നും തട്ടിപ്പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു 2 വീലർ ആണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ നമുക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു കാറാവാം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ 2 വീലർ എന്നൊരു ആഗ്രഹത്തിന് അടുത്തെത്തുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഭഗവാനെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ എപ്പോഴും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും, അതുപോലെ തന്നെ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശന്നു വലഞ്ഞ ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഭഗവാന്റെ ഒരു പരീക്ഷണമാകാം. ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. വലിയ രീതിയിൽ സഹായിക്കാൻ സാധിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക. അവർക്ക് വസ്ത്രമോ ഭക്ഷണമോ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളെങ്കിലും നൽകി അലക്കി വൃത്തിയാക്കി നൽകിക്കൊണ്ടെങ്കിലും അവരെ സഹായിക്കുക. ഗുരുവായൂരപ്പന്റെ ഭക്തരായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഭഗവാന്റെ ഒരു സാമീപ്യം ഉണ്ടാവും. ഭഗവാൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പം ചില കുസൃതികളും കാണിക്കാറുണ്ട്. ഭഗവാൻ അറിയണം ഭഗവാനെ എത്രമാത്രം നമ്മൾ പ്രിയപ്പെട്ടതാകുന്നു എന്നുള്ളത്. ചെറിയ ഒരു പരീക്ഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു കുസൃതി കാണിക്കുന്ന സമയത്ത് ഭഗവാനെ നമ്മൾ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ
ഭഗവാനെ അതൊരു വിഷമം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓരോ പരീക്ഷണത്തിന്റെ പിന്നിലും ഭഗവാന് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. നമ്മളത് മറികടന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും നമ്മളെ ചേർത്ത് പിടിക്കുന്നതും ഭഗവാൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പരീക്ഷണങ്ങളെയും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ഭഗവാൻ നൽകുന്നതായി കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നീട് വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണോ, അത് തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ വലിയ സന്തോഷത്തെക്കുറിച്ച് ഓർക്കുക. വീണ്ടും ഭഗവാനെ വിളിക്കുക. നേരെ മറിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പൂജകളും വഴിപാടുകളും ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ പിണങ്ങിയിരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ, ആ ഒരു സത്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണ്. അപ്പൊ ആ സമയങ്ങളിലൊക്കെയും ഇങ്ങനെ ഭഗവാനെ കുറിച്ച് ഓർക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഭഗവാൻ കൂടെ തന്നെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.